സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 8 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്, 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. ഇതിലേക്ക് ഹരിണു വിശദമായി പറഞ്ഞുതരും. ഇന്ദു, ഈ മുന്നറിയിപ്പ്, ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ എങ്ങനെയാണ് നൽകിയിട്ടുള്ളത്, കാലാവസ്ഥാ അറിയിപ്പുകൾ? മഴ മുന്നറിയിപ്പുകളിൽ ഒരു വലിയ മാറ്റം വരികയാണ്. 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് വരും മണിക്കൂറുകളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടാകുമെന്നാണ് പറയുന്നത്. പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകം കരുതലെടുക്കേണ്ട ഇടങ്ങളാണ്. ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, പക്ഷേ വെള്ളം പൊങ്ങാൻ സാധ്യതയോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാവാനോ ഒക്കെ സാധ്യതയുള്ളവരുണ്ടെങ്കിൽ, പ്രദേശങ്ങളൊക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ക്യാമ്പിലേക്ക് മാറാൻ സൗകര്യമുള്ളവരൊക്കെ അത്തരത്തിലേക്ക് മാറുക, അല്ലെങ്കിൽ മറ്റു സുരക്ഷിതമായ ഇടങ്ങളിലേക്കൊക്കെ മാറുക. കാരണം മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണുള്ളത്. ആലപ്പുഴ, അതുപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം. ഇവിടെയും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. തിരുവനന്തപുരത്താണെങ്കിൽ കൂടെ ഇന്നലെയൊക്കെ മഴ തീരെ ഇല്ലായിരുന്നുവെങ്കിലും ഇന്ന് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ കരുതലോടെ, ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ്. ഇനി ഒരു 2-3 ദിവസത്തേക്ക് ഇത്തരത്തിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ആദ്യത്തെ ഒരു ദിവസം മഴ തീവ്രമായി പെയ്ത് നാശനഷ്ടങ്ങളൊക്കെ വിതച്ച ശേഷം പിന്നീട് ഒരു 2 ദിവസത്തേക്ക് ഒരു ശമനമുണ്ടായിരുന്നു. പക്ഷേ ഇന്നു മുതൽ ഇതാ വീണ്ടും മഴ ശക്തമാവുകയാണ്. നാളെ 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി എല്ലാ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണുള്ളത്. അതുപോലെ നാളെ കഴിഞ്ഞ് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ടുമാണുള്ളത്. ശക്തമായ കാറ്റും മഴയോടൊപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യാതൊരു കാരണവശാലും വിനോദസഞ്ചാരത്തിനായി പോലും മലയോര മേഖലകളിലേക്കോ അല്ലെങ്കിൽ തീരദേശ പ്രദേശങ്ങളിലേക്കോ പോകാൻ പാടില്ല. മത്സ്യബന്ധന തൊഴിലാളികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കടലിൽ ഇറങ്ങാതിരിക്കുക, മത്സ്യബന്ധനത്തിനായി പോകാതിരിക്കുക. എന്തായാലും വരും മണിക്കൂറുകൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുക.